ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇനി ഡെയിലി അനാലിസിസ് ആണ് നടത്തുന്നത്, കാരണം നാളെ ബഡ്ജറ്റ് ആയതുകൊണ്ട്. സോ വീക്ക്ലി അനാലിസിസ് നാളെ നമുക്ക് അനാലിസിസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിരുന്നു. അവിടെ നിന്നൊരു റിവേഴ്സലാണ് കണ്ടത്. സോ 5 മിനിറ്റ് ചാർട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ സെല്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ടാവും. സോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി, സഡൻലി ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായി. ഞാൻ ഈ ഒരു ഏരിയയിൽ സെല് ചെയ്തു. ഇതിൻ്റെ ലോ ക്രോസ് ചെയ്തപ്പോൾ സെല് ചെയ്തു. ഓൾമോസ്റ്റ് ഇതുവരെ വന്നായിരുന്നു, ഡേ ലോ ക്രോസ് ചെയ്തായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇതുവരെ എക്സ്പെക്ട് ചെയ്തായിരുന്നു 25 150 അടുപ്പിച്ച് എക്സ്പെക്ട് ചെയ്തായിരുന്നു. ഓക്കെ, ഈ ഒരു പോർഷനിൽ ഒരു എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷെ അതുവരെ എത്തിയില്ല. സോ ഞാൻ നെക്ക് ടു നെക്കിന് അത് എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഫർദർ അത് മുകളിലോട്ട് പോയി ഇതിൻ്റെ ഡേ ഹൈയും ക്രോസ് ചെയ്തു. ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഭയങ്കര വോളട്ടിലിറ്റി ആയിരുന്നു. ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ഡേ വോളട്ടിലിറ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു ഹൈലി വോളട്ടൈൽ ഡേ തന്നെ ആയിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്ത്. ഇവിടെ നിന്ന് ഇത് വന്നു, ക്രോസായി, പിന്നെയും ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്രോസ് ആയിട്ട് പിന്നെയും അത് ക്ലോസ് ആയി, പിന്നെയും ക്രോസ് ആയി. ഫുള്ള് ലാസ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ ഇതിൻ്റെ ഡേ ഹൈയിലോട്ട് ക്രോസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി പിന്നെ താഴോട്ടാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഹൈലി വോൾട്ടൈൽ ഡേ ആയിരുന്നു. നാളത്തെ ബഡ്ജറ്റിൽ നമുക്ക് ബഡ്ജറ്റ് സ്ട്രാറ്റജി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 1 hour ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലോട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യാൻ 25-300 ഏരിയയിലോട്ട് മുകളിലോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഒരു 400-500 റേഞ്ചിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു നല്ലൊരു മൊമെന്റം കാണിക്കുന്നുണ്ട്. ആദ്യത്തെ 1.5 hour, അതായത് 9:15 to 11:30 വരേക്കും ബഡ്ജറ്റ് ഡിസ്കഷനേ ഉണ്ടാവുള്ളൂ. ഒരു മാർക്കറ്റ് വലിയ മൂവ് ഉണ്ടാവില്ല. സോ ഈ ഏരിയ തന്നെ ആയിരിക്കും കൺസോൾട്ടേഷനുള്ള ചാൻസ്. സോ അത് കഴിഞ്ഞിട്ട് എവിടെയാണോ ബ്രേക്ക് ഡൗൺ ആവണത്, ബ്രേക്ക് ഡൗണോ ബ്രേക്കപ്പ് ആവണത്, ആ ഏരിയയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാം. 1:3 ട്രേഡ് മിനിമം പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ട്രേഡിന് കാര്യമില്ല. താഴോട്ടാണെങ്കിൽ 1:3 നിങ്ങൾ പ്ലാൻ ചെയ്യുക, മുകളിലോട്ടാണെങ്കിലും 1:3 പ്ലാൻ ചെയ്യുക. ഓക്കെ, എവിടെയാണോ ബ്രേക്ക് ഔട്ട് ആവുന്നത് ആ ഏരിയയിലോട്ട് 1:3 നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഒരു 11:30 11:45 ആ ടൈമിൽ. ഓക്കെ, മോസ്റ്റ്ലി 11:45 ക്യാൻഡിലോടെ നിങ്ങൾക്ക് മനസ്സിലാവും ചില ഇത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1:3 കിട്ടും, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഒരു സൈഡ് മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക, രണ്ട് സൈഡ് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആയിട്ട് ഈ ഒരു ഏരിയയിലാണ് ബ്രേക്കപ്പ് ആണ് വരുന്നതെങ്കിൽ ആ ഏരിയയിൽ 1:3 വേണ്ടി പ്ലാൻ ചെയ്യുക. എന്നിട്ട് അത് തിരിച്ചു വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. രണ്ട് സൈഡും ട്രേഡ് എടുക്കാതിരിക്കുക. ഓക്കെ, മോസ്റ്റ്ലി അങ്ങനെയാണ് ബഡ്ജറ്റിൽ മൂവ്മെന്റ് ഉണ്ടാവുക. ഈ ബഡ്ജറ്റിൽ സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും. കാരണം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം അതിലെന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോർപ്പറേറ്റിന് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് എന്തെങ്കിലും വന്നാൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ട്രേഡിനാണ് കൂടുതലും പ്രതീക്ഷ. അല്ലെ നെഗറ്റീവും വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ല. സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും. ഓക്കെ, നൗ നമുക്ക് ഇത് നോക്കാം, സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പിന് ഒരു ക്ലിയർലി ഒരു ഡബ്ല്യു പാറ്റേണിന്റെ ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊരു ഇതൊരു മീൻ ടൈം ലോ പോലെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സൽ പോലെ നമുക്കത് കൺസിഡർ ചെയ്യാം. മിഡ് ക്യാപ്പും അത്ര ഒരു മൂവ്മെന്റ് നടത്തിയിട്ടില്ല, ബട്ട് ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ആവുന്നുണ്ട്. നമുക്ക് സിൽവർ നോക്കാം ഗൈസ്. സിൽവർ ഞാൻ നിങ്ങളുടെ അടുത്ത് 2 ദിവസം മുന്നേ പറഞ്ഞതേ ഉള്ളൂ, ബെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് നിങ്ങൾക്ക് അതിൽ കിട്ടുമെന്ന്. ഓൾമോസ്റ്റ് ഒരു 32% വരെ ഡൗൺ ആയിരുന്നു. 32% സിംഗിൾ ഡേ, അതും വിത്തിൻ അവേഴ്സിൽ അത് ഫോളോ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെയാണ് ബ്രേക്ക് ഡൗൺ പറഞ്ഞത്. ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെന്ന്, ബെൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് സ്റ്റോപ്പ് ലോസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് നല്ലൊരു മൊമെന്റം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഗോൾഡ് ആയാലും അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെൻഡ് ആയിട്ടുണ്ട്. ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ ബെൻഡ് ആയിരുന്നു. ഇതിന്റെ താഴെ നെഗറ്റീവ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞു, ഇതിന്റെ താഴെ നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. സോ ഇതിന്റെ താഴെയും നല്ലൊരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ സപ്പോർട്ട് ഏരിയൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒന്നേ കൺസോൾട്ടേറ്റ് ചെയ്യാം. കൺസോൾട്ടേറ്റിനുള്ള ചാൻസ് ആണ് കൂടുതലും. സിൽവർ എടുക്കുകയാണെങ്കിലും കൺസോൾട്ടേറ്റ് ഈ സപ്പോർട്ട് ഏരിയയിൽ അടുത്ത് വന്നിട്ടുണ്ട്. ഫർദർ ഒരു ബ്രേക്ക് ഡൗണോ മൂവ്മെന്റോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഷാർപ്പ് റിവേഴ്സൽ എക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, ഈ ഏരിയ 100 to 105 to 75 ഒരു കൺസോൾട്ടേഷൻ, ഒരു ലോങ് കൺസോൾട്ടേഷൻ ആണ്
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം സിൽവറൊക്കെ നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഷാർപ്പ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ വീക്ക്ലി അനാലിസിസ് വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ട്രേഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഡേയിൽ 1:3 എക്സ്പെക്ട് ചെയ്യുക. സിംഗിൾ ഡയറക്ഷനിൽ എടുക്കുക, എവിടെയാണോ ബ്രേക്ക് ഔട്ട് വരുന്നത് ആ ഡയറക്ഷനിൽ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, താങ്ക് യു.